ഈ ലോകകപ്പിൽ 3 മത്സരത്തിലാണ് ഇന്ത്യ 200 മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ളൂ. ആ 3 മത്സരത്തിലും സഞ്ജു 2 മത്സരത്തിൽ സഞ്ജു ഉണ്ടായിരുന്നു. ഇത് നോട്ടൗട്ടാണ്. അദ്ദേഹം 197 ഇന്ത്യൻ ടോട്ടലെത്തുന്നു. സഞ്ജു സാംസണ് 97 നോട്ടൗട്ടിലെത്തുന്നു. അപ്പോൾ അത്തരത്തിൽ എല്ലാ താരങ്ങൾക്കും ഒരു താരത്തിന് പരിക്ക് പറ്റുമ്പോൾ അല്ലെങ്കിൽ നിരന്തരം ഇന്ത്യയുടെ സിസ്റ്റം പൊളിയുന്നു തോന്നുമ്പോൾ ഘട്ടത്തിൽ മാത്രമാണ് സഞ്ജുവിനെ കളിക്കാനൊരു അവസരം കൊടുക്കുന്നത്. സഞ്ജുവിന് പ്രൂവ് ചെയ്യണമായിരുന്നു, ഇത് എനിക്ക് വേണ്ടിയിട്ടൊരു മത്സരം വേണമെന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മത്സരവും ഡു ഓർ ഡൈ ആണ്. ബാക്കി ആർക്കും അത്തരത്തിലൊരു സാഹചര്യത്തിൽ ബാറ്റ് ചെയ്യേണ്ട. സഞ്ജു ബാറ്റ് ചെയ്യുന്നതെല്ലാം അത്രയും പ്രഷർ സിറ്റുവേഷനിലാണ്. അങ്ങനെ വെസ്റ്റ് ഇൻഡീസിനെതിരായ ഒരു മത്സരം വരുന്നു. വെസ്റ്റ് ഇൻഡീസിൽ നമുക്കറിയാം അത്രയും ഓൾറൗണ്ടർമാരുള്ള സാധനമാണ്. അവർ 196 എന്നൊരു ടോട്ടൽ ഇടുമ്പോൾ തന്നെ ഇന്ത്യ ഏറെക്കുറെ തീർന്നു. കാരണം ഇന്ത്യ 180 മുകളിൽ ഒരു ടോട്ടൽ ഇതുവരെ ചേസ് ചെയ്തിട്ടില്ല T20. അപ്പോൾ 190 മുകളിലൊരു അതും ഈഡൻ ഗാർഡൻസിലെ നിറഞ്ഞൊരു പിച്ചിൽ ഇന്ത്യ ഏത് രീതിയിലായിരിക്കും ചേസ് ചെയ്യുന്നുള്ളൊരു ആശങ്കയായിരുന്നു. അവിടെ അഭിഷേക് ശർമ്മ തുടക്കത്തിൽ തന്നെ 10 റൺസ് എടുത്ത് ഔട്ടാവുന്നു. പിന്നീട് ഇഷാൻ കിഷനും കാര്യമായ വെല്ലുവിളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. സൂര്യകുമാർ ഒരു ഇന്നിങ്സ് സ്ലോ ഡൗൺ കളിപ്പിച്ചുകൊണ്ട് സഞ്ജുവിന് കൂടുതൽ പ്രഷർ വരുന്നു. തിലകുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് സഞ്ജു അത്യാവശ്യം എൻജോയ് ചെയ്ത് ഈ ഗെയിമിൽ കളിച്ചത്. പക്ഷേ ടൂർണമെൻറ്റിലെ ഓപ്പണറായിട്ട് വന്ന് അവസാന വിന്നിംഗ് ഷോട്ടും അടിക്കുന്ന സഞ്ജുവാണ്. അതും തുടർച്ചയായിട്ട് ഫൈസൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബൗണ്ടറിയും 6ഉം അടിച്ചുകൊണ്ടാണ് സഞ്ജു വിജയം നേടുന്നത് എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ ഒരു ഇൻസൾട്ട് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാക്കി. ഇനി പറയാനുള്ളത്, ലോകകപ്പിൽ ആദ്യ മത്സരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാങ്കഡയിലായിരുന്നു ഇന്ത്യ USA നടത്തിയത്. അതിൽ സഞ്ജു വാട്ടർ ബോയ് ആയിരുന്നു. സെമിന് ഇംഗ്ലണ്ടിനെ നേരിടാൻ പോകുന്നത് വാങ്കഡയിലാണ്. അങ്ങോട്ടിന് സഞ്ജു ഇറങ്ങാൻ പോകുന്നത് നാഷണൽ ഹീറോ ആയിട്ടാണ്. അതായത് വാട്ടർ ബോയിൽ നിന്ന് അദ്ദേഹം ഇനി ഒരു 2 ആഴ്ചത്തെ ഇടവേളയിൽ ആ വാങ്കഡയിൽ ഇന്ത്യയുടെ പുണ്യഭൂമിയിലേക്ക് കയറാൻ പോകുന്നത് നാഷണൽ ഹീറോ ആയിട്ടാണ്. അതിനേക്കാൾ വലിയൊരു മൊമെന്റ് വേറെ ഇല്ല. അതുകൊണ്ടാണ് ആ വൈകാരിക പ്രകടനം ഉണ്ടായത്. മാത്രമല്ല ഫൈസൽ, അത് കഴിഞ്ഞിട്ട് സഞ്ജു പറയുന്നുണ്ടല്ലോ, പിന്നീട് അഭിമുഖം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, കളത്തിലുള്ളതിനേക്കാൾ ഡഗ് ഔട്ടിലിരുന്ന് കളി കണ്ട എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത്. വിരാട് കോഹ്ലിയും രോഹിത്തും സാഹചര്യത്തിനനുസരിച്ച് കളിക്കുന്നത് ഞാൻ ബൗണ്ടറി ലൈന് പുറത്തിരുന്ന് കണ്ടിട്ടുണ്ട്. സൂപ്പർ താരങ്ങളുടെ ഇന്നിങ്സ് IPLലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലും അടുത്ത് നിന്ന് കണ്ടു. കളിക്കാൻ ലഭിച്ച അവസരങ്ങൾ കുറവാണെങ്കിലും 10 വർഷമായി ഞാൻ ടീമിനൊപ്പമുണ്ട്. അത് ശരിക്കൊരു കൃത്യമായ വാചകമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഇപ്പോൾ നീ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഈ കളിയിൽ താരമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട കൂട്ടുകെട്ടുകൾ മുഴുവൻ സഞ്ജുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. പ്രധാനമായും സൂര്യകുമാറും സഞ്ജു സാംസണും ചേർന്ന് 58 റൺസ് എടുത്തു. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യയുമായി ചേർന്ന് 38 റൺസ് എടുത്തു. ഇതൊക്കെയാണ് ആ കോമ്പിനേഷൻ ആയിരുന്നു.